ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്ര പണം ചെലവാക്കേണ്ടി വന്നാലും എന്റെ മോനെ രക്ഷിക്കണം. ഇപ്പൊ നിങ്ങളുടെ മകനെ രക്ഷിച്ചത് ഈ മരുമകളാണ്. മറ്റൊരു ഡോണറെ കിട്ടിയില്ലെങ്കിൽ അവന്തികയ്ക്ക് മാത്രമേ നന്ദനെ രക്ഷിക്കാൻ കഴിയൂ. വേദനയുണ്ട് മാഷെ. അച്ഛാ, അച്ഛാ, അയ്യോ, എന്താ ചെയ്തൊക്കെ? അച്ഛൻ എന്താ പറ്റിയേ? ഈശ്വര, അച്ഛൻ എന്താ പറ്റിയത്? എവിടെങ്കിലും വീണോ? വീണതല്ല മോനെ, അച്ഛന് ഒരു സമ്മാനം തന്നിട്ട് പോയതാ. മക്കളെ, ആ ചെങ്കൽ മധുവിന്റെ കുറെ ആളുകൾ വന്ന് അച്ഛനെ ഒരുപാട് ഉപദ്രവിച്ചു. അയാളുടെ പെങ്ങളെയാ അനൂപ് വണ്ടിയിടിച്ചു കൊന്നത്. ഇതൊക്കെ ഒരു തുടക്കം മാത്രം. അവരെ ഏത് പോലീസ് കൊണ്ടുപോയാലും ഞങ്ങൾ അവനെ പൊക്കിയിരിക്കും, വെട്ടി തുണ്ടം തുണ്ടാക്കും. ഞങ്ങൾ ഇനിയും വരും കേട്ടോടാ. എന്റെ മോനെ കിട്ടിയിരുന്നെങ്കിൽ അവര് കൊന്നേനെ അച്ചു. ഞാനിനി എന്ത് ചെയ്യും മക്കളെ? പറഞ്ഞു കേട്ടിടത്തോളം അവരാരും ചെറിയ ആളുകളല്ല. പോലീസിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഒരുപാട് പിടിപാടുള്ള ആളുകളാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവൂ. എന്ത് ചെയ്തിട്ടായാലും എന്റെ അനൂപ് മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവനെന്തെങ്കിലും പറ്റിയ ഞങ്ങളാരും ജീവിച്ചിരിക്കില്ല. അച്ഛൻ വിഷമിക്കാതിരിക്കുക. എത്ര വലിയ ഗുണ്ടയായാലും കാര്യം പറഞ്ഞ മനസ്സിലാവാതിരിക്കോ? ഏട്ടൻ മനഃപൂർവ്വം ഇടിച്ചതല്ലല്ലോ, അബദ്ധം പറ്റിയതല്ലേ? അവന്തിക പറഞ്ഞത് ശരിയാണെന്നാ തോന്നുന്നത്. ഇവളുടെ വയറ്റില് ഈ കുഞ്ഞ് ജനിച്ച അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാ. ഇപ്പൊ എന്റെ അനൂപേട്ടനും ജയിലിലായി. എടുത്തി വിഷമിക്കണ്ട. അനൂപേട്ടനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുവരും. എന്റെ അനൂപേട്ടന് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് വലിയ ക്രിമിനൽ ഗുണ്ടകളാ. ചോര കണ്ട് അറപ്പ് മാറിയവരാ. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെ അനുപേട്ടനെ രക്ഷിക്കും? അതൊന്നും എനിക്കറിയില്ല. അവരൊക്കെ ആരാന്ന് എനിക്കറിയില്ല. ഗുണ്ടകളോ കൊള്ളക്കാരോ ആരെങ്കിലും ആവട്ടെ, പക്ഷേ എന്റെ അനൂപേട്ടനെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കില്ല. എന്ത് ചെയ്തിട്ടായാലും അനൂപേട്ടനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. ഡോക്ടർ, എന്റെ നന്ദേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെയെങ്കിലും എന്റെ നന്ദേട്ടനെ രക്ഷിക്കണം. തൽക്കാലം അയാൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ഓവർകം ചെയ്തിട്ടുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുത്താണ് കിഡ്നിക്കേറ്റത്. 2 കിഡ്നികൾക്കും അതിൻ്റെതായ ആഫ്റ്റർ പ്രോബ്ലംസ് ഉണ്ടാവും. മാത്രമല്ല ഒരു കുത്ത്
അയാളുടെ നെർവസ് സിസ്റ്റത്തെ കംപ്ലീറ്റ് ബാധിച്ചിട്ടുണ്ട്. കുറച്ചുനാൾ ചിലപ്പോ അയാൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ആവാതിരിക്കാൻ ചിലപ്പോ പ്ലാസ്മ ചേഞ്ച് ചെയ്യേണ്ടി വരും. വളരെ റെയറായ ബ്ലഡ് ഗ്രൂപ്പാണ് നന്ദന്റേത്. സർജറി സമയത്ത് നമ്മൾ രക്ഷപ്പെട്ടത് വൈഫിന് അതേ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ടാ. ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുമ്പോ ആവശ്യം വന്ന ഒരു പ്ലാസ്മ ഡോണറെ കണ്ടെത്തണം. ഞങ്ങളുടെ ഇവിടുത്തെ ലിസ്റ്റിൽ ഈ ഗ്രൂപ്പിലുള്ള ഡോണേഴ്സ് ആരുമില്ല. നിങ്ങൾ തന്നെ അത് കണ്ടെത്തേണ്ടി വരും. ഡോക്ടർ, എത്ര പണം ചെലവാക്കേണ്ടി വന്നാലും എന്റെ മോനെ രക്ഷിക്കണം. ഇപ്പൊ നിങ്ങളുടെ മകനെ രക്ഷിച്ചത് ഈ മരുമകളാണ്. മറ്റൊരു ഡോണറെ കിട്ടിയില്ലെങ്കിൽ അവന്തിക്ക് മാത്രമേ നന്ദനെ രക്ഷിക്കാൻ കഴിയൂ. കാരണം ഈ റെയർ ഗ്രൂപ്പിലുള്ള ഡോണറെ കിട്ടാൻ പ്രയാസമാണ്. എന്തായാലും ബാക്കി ടെസ്റ്റ് റിസൾട്ട് കൂടി വരട്ടെ, എന്നിട്ട് ഡീറ്റെയിൽസ് ഞാൻ പറയാം. ശരി. ഡോക്ടർ കലക്കി. ഇത് വെച്ച് ഞാൻ ഈ കിളവനെ ട്രാപ്പിലാക്കും. തൽക്കാലം മകനെ രക്ഷിക്കാൻ എന്നോട് യാചിക്കുകയല്ലാതെ ഇയാൾക്ക് വേറൊരു മാർഗവുമില്ല. എനിക്ക് വിലപേശാൻ ഇത് മാത്രം മതി. മോളെ, നിനക്ക് മാത്രമേ നന്ദനെ രക്ഷിക്കാൻ കഴിയൂ. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോനിപ്പോ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. മോൾ അവനെ കൈവിടരുത്. അച്ഛനിത് പറയാൻ നീ മാത്രമേ ഉള്ളൂ. പകരം എന്തു വേണമെങ്കിലും അച്ഛൻ തരാം. എന്റെ മോനെ രക്ഷിക്കണം. അച്ഛൻ എന്നോട് ഇങ്ങനെ പറയുന്നത് എനിക്ക് സങ്കടം. അച്ഛൻ വിഷമിക്കണ്ട. നന്ദേട്ടൻ ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ ജീവൻ കൊടുത്തും ഞാൻ നന്ദേട്ടനെ രക്ഷിക്കും. അച്ഛൻ എനിക്ക് അതിന് പകരമായിട്ട് ഒന്നും തരണ്ട. നന്ദേട്ടൻ എന്റെ ദൈവം. എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാച്ച. മോളെ, നിന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ നീ കാണിക്കുന്ന ഈ സ്നേഹം ഞാൻ മറക്കില്ല. അച്ഛൻ എനിക്ക് പ്രത്യേകമായി ഒരു സൗജന്യവും തരണ്ട. അച്ഛന്റെ മൂത്ത മരുമകളോടുള്ള സ്നേഹം മാത്രം മതി. അച്ഛന്റെ മോനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. പക്ഷേ ഈ ഒരു അവസരത്തിൽ പറയാമോന്ന് എനിക്കറിയില്ല. എനിക്ക് അച്ഛനോട് ചിലത് പറയാനുണ്ട്. എന്താ മോളെ? എന്തായാലും മോൾ അച്ഛനോട് പറയൂ. അച്ഛൻ അതിന് പരിഹാരം ഉണ്ടാക്കും. എന്താ ഇത്? നന്ദേട്ടന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഈ ചരടിൽ കോർത്ത താലി നേഴ്സ് എന്റെ കയ്യിലേക്ക് തന്നു. എന്താ അച്ഛാ അതിനർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.